എല്ലാവർക്കും നമസ്കാരം. ജൈവ കൃഷി എങ്ങനെ തുടങ്ങണം അതിനെക്കുറിച്ചാണ് ആ ബേസ് ആയിട്ട് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം മണ്ണിൻ്റെ pH, അതോടൊപ്പം തന്നെ മണ്ണിലെ കാൽസ്യം, മണ്ണിലെ കാർബൺ, അതുപോലെ തന്നെ ചെടികളിലേക്ക് വേണ്ട കൊഴുപ്പ്, അതായത് മണ്ണിൽ തന്നെ വേണ്ട കൊഴുപ്പ്, അതുപോലെ തന്നെ മണ്ണുകളിൽ വേണ്ട യൂറിയ, ഇതെല്ലാം ജൈവ രീതിയിൽ നമ്മൾ കൊടുത്തുകൊണ്ട് വേണം ഒരു ജൈവ കൃഷി തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതെല്ലാം നമ്മൾ മണ്ണിൽ കൊടുക്കണം, എന്നാലേ പൂർണ്ണമായിട്ടുള്ള ഒരു ജൈവ കൃഷിയാവുള്ളൂ. പലപ്പോഴും കുറച്ച് പച്ചിലയോ അല്ലെങ്കിൽ ചാണകമോ അല്ലെങ്കിൽ ചാരമോ മാത്രം ഇട്ട് നമ്മളൊരു കൃഷി ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ കൃഷി ചെയ്താൽ അതൊരു ജൈവ കൃഷി ആവില്ല, മറിച്ച് അതൊരു ജൈവ വള കൃഷിയാണ്. അപ്പം ശരിക്കും എങ്ങനെയാണ് ജൈവ കൃഷി ചെയ്യേണ്ടത്? അപ്പോൾ മണ്ണിൻ്റെ pH, മണ്ണിലെ കാൽസ്യം, മണ്ണിലെ കാർബൺ, മണ്ണിലെ കൊഴുപ്പ്, അതുപോലെ തന്നെ ചെടികൾക്ക് വേണ്ട യൂറിയ, ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ, ഇവയെല്ലാം നമ്മൾ ജൈവ രീതിയിൽ നിർബന്ധമായിട്ടും കൊടുത്തുകൊണ്ട് വേണം ജൈവ കൃഷി ചെയ്യാൻ. അപ്പം ഒരു വളക്കൂറുള്ള മണ്ണിൻ്റെ ലക്ഷണം എന്തായിരിക്കും? ആ മണ്ണിൻ്റെ നിറമാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ നിറം നല്ല കറുപ്പായിരിക്കും. ഈ കറുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാർബണാണ്. ശരി, ആദ്യമേ നമ്മൾ പറഞ്ഞു ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യമേ ഞാൻ പറഞ്ഞത് മണ്ണിൻ്റെ pH നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. pH ബാലൻസ് ചെയ്യാൻ pH ബൂസ്റ്റർ തന്നെ ഉപയോഗിച്ച് ആദ്യമേ തന്നെ മണ്ണിൻ്റെ pH ബാലൻസ് ചെയ്യുക. അടുത്തത് പറഞ്ഞത് മണ്ണിലെ കാൽസ്യം. അപ്പം നമുക്കറിയാം pH ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ മണ്ണിലെ കാൽസ്യവും ബാലൻസ് ആയിക്കൊള്ളും. കാരണം കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ pH ബാലൻസ് ചെയ്യുക. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. അടുത്തതാണ് കാർബൺ. അപ്പോൾ ഞാൻ പറഞ്ഞു കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കറുപ്പ് നിറം നൽകുന്നത്. ഒരു നമുക്ക് എവിടെയാണേലും കറുത്ത നമുക്ക് കാർബൺ കരിയും കാർബണാണ്. അപ്പോൾ ഈ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലാണെങ്കിൽ കൊടുക്കുന്ന മണ്ണിലെ നല്ല കറുപ്പ് നിറം നൽകുന്ന ഒരു ഇതാണ് കാർബൺ. അപ്പം ശരിക്കും നമ്മൾ നോക്കുമ്പം നല്ല വളക്കൂറുള്ള ഒരു മണ്ണ് കണ്ടാൽ അറിയാം അതിൻ്റെ കളറ് കറുപ്പായിരിക്കും. ആ നമ്മൾ എത്രത്തോളം മണ്ണിൻ്റെ കളറ് കറുപ്പിലേക്ക് ആക്കാവോ അത്രത്തോളം മണ്ണിൽ കാർബൺ ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ വളക്കൂറുണ്ടാകുകയും ചെയ്യും. അതിന് നമ്മൾ മണ്ണിൻ്റെ നിറം കറുപ്പാക്കാൻ എങ്ങനെയാകുന്നത്? അതായത് സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും എല്ലാം മണ്ണിൽ അലിഞ്ഞു ചേർന്നാണ് കാർബൺ ഉണ്ടാകുന്നത്. അപ്പം സസ്യജാലങ്ങളിലേക്ക് എങ്ങനെയാണ് കാർബൺ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന അരി, അതുപോലെ തന്നെ ഗോതമ്പ് അല്ലെങ്കിൽ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതിനെല്ലാം എന്താണ്? ഇതെല്ലാം എന്താ? കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് സസ്യജാലങ്ങൾ നമുക്ക് തിന്നാനായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട് തരുന്നത്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ നമ്മൾ ആ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ കാർബണിനെ വിഘടിപ്പിച്ച് കാർബൺ ഡയോക്സൈഡ് ആക്കി പുറത്തു വിടുന്നു. ഓക്കെ, ഈ പുറത്തു വിടുന്ന കാർബൺ ഡയോക്സൈഡിനെ ചെടികൾ വലിച്ചെടുക്കുന്നു. ചെടികൾ വലിച്ചിട്ട് എന്ത് ചെയ്യും? ഈ ചെടികൾ അതിനകത്തെ കാർബണിനെ ചെടികളിൽ തന്നെ പിടിച്ചു വെക്കും. എന്നിട്ട് അതിനകത്തുള്ള ഓക്സിജൻ ഉണ്ട്. കാർബൺ ഡയോക്സൈഡിൽ കാർബണും ഓക്സിജനുമാണുള്ളത്. അതിലെ കാർബണിനെ ചെടി തന്നെ പിടിച്ചു വെച്ചിട്ട് അതിലെ ഓക്സിജനെ അത് റിലീസ് ചെയ്യും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓക്സിജൻ. അപ്പോൾ ഈ കാർബൺ തന്നെയാണ് ചെടികളിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കാർബൺ ശേഖരിച്ച് വെച്ചിരിക്കുന്ന രീതി. നമ്മൾ തന്നെ ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡിലെ കാർബണിനെ ചെടികൾ പിടിച്ചു വെച്ചിട്ട് ഓക്സിജനെ റിലീസ് ചെയ്ത് അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. അപ്പോൾ ആ കാർബണാണ് ഈ ചെടികളുടെ ശേഷം അല്ലെങ്കിൽ ചെടികളുടെ ഇല പൊഴിയുമ്പോഴോ അല്ലെങ്കിൽ ചെടികളുടെ തണ്ടിലും ചെടികളുടെ തടിയിലും എല്ലാം ഉള്ള കാർബൺ. ഇതാണ് മണ്ണിലേക്ക് ചേരുമ്പോൾ മണ്ണിലേക്ക് കാർബണായി വരുന്നത്. അപ്പം ഈ കാർബണിനെ ചില ചെടികൾ വലിച്ചെടുത്തിട്ട് ഓക്സിജനുമായിട്ട് ചേർത്ത് കാർബോഹൈഡ്രേറ്റ് ആക്കി വരുന്നു. ഈ കാർബോഹൈഡ്രേറ്റ് ഏതാണ് നമ്മൾ ഫുഡായിട്ട് വീണ്ടും കഴിക്കുന്നത്. ശരിക്കുള്ള രീതി മനസ്സിലായി. അതൊരു ഒരു കറക്കമാണ്. കാർബൺ സൈക്ലിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്നാണ് ഈ അരി, ഗോതമ്പ് ഇതുപോലെയുള്ള എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും കാർബോഹൈഡ്രേറ്റ് ആണ്.
ഈ കാർബോഹൈഡ്രേറ്റ് എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി മനസ്സിലായാലും ഒന്നുകൂടി പറയാം. ഈ നമ്മൾ ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡാണ്. ഈ കാർബൺ ഡയോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കൂടിയതാണ്? കാർബണും ഓക്സിജനും. ഈ കാർബൺ ഡയോക്സൈഡാണ് ഈ ചെടികൾ ശ്വസിക്കുന്നത്. ഈ ചെടികൾ ശ്വസിക്കുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിലെ കാർബണിനെ ചെടികൾ പിടിച്ചു വെക്കും, എന്നിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. ആ ഓക്സിജനെ നമ്മൾ എടുക്കും. അങ്ങനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കാർബൺ ഡയോക്സൈഡിനെ പുറത്തുവിടും. ആ കാർബൺ ഡയോക്സൈഡിനെ ചെടികൾ എടുത്തിട്ട് ചെടികളിലെ കാർബണിനെ പിടിച്ചു വെച്ച് ആ ചെടികളിലുള്ള കാർബണാണ് എപ്പോഴും മണ്ണിലേക്ക് പോയി ആ മണ്ണിൽ കാർബൺ ഉണ്ടാകുന്നത്. ഈ മണ്ണിലെ കാർബൺ ഉപയോഗിച്ചിട്ടാണ് ഈ പല ചെടികളും കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാക്കുന്നത്. അതാണ് സൈക്ലിംഗ്. അതാണ് കാർബൺ ചക്രം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള രീതികളിൽ ചക്രമായിട്ട് വന്നിട്ട് എത്രത്തോളം, അതായത് അതാണ് നമ്മൾ പറയുന്ന ഈ കാർബൺ എന്ന് പറഞ്ഞാൽ ജൈവാംശം എന്ന് പറയും. എത്രത്തോളം മണ്ണിലുണ്ടോ അത്രത്തോളം മണ്ണ് നല്ലതോണം വളക്കൂറുള്ളതായിരിക്കും. മനസ്സിലായോ? അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലൊക്കെ ഏറ്റവും കുറഞ്ഞത് ഒരു 3% കാർബൺ വേണം എന്നുള്ളതാണ് കണക്ക്. 8% ആക്കാമെങ്കിൽ ആ മണ്ണിൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് അത്ര നല്ല മണ്ണായിട്ടിരിക്കും. പക്ഷേ നമുക്ക് ഒരു 3% ആക്കി നിലനിർത്തിയാൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റും. എന്നാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ മണ്ണിലൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ കാർബണിൻ്റെ അളവ് ശരിക്കും 1% താഴെയാണ്. അപ്പോൾ ഈ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, സസ്യജാലങ്ങളുടെ തണ്ടും തടിയും ഇലയും എല്ലാം അലിഞ്ഞ് മണ്ണിൽ ചേരുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എത്രത്തോളം മണ്ണിൽ ജൈവാംശം അല്ലെങ്കിൽ കാർബൺ ഉണ്ടെങ്കിലും അത്രത്തോളം മണ്ണിൽ വളക്കൂറ് ഉണ്ടാകുന്നത്. അപ്പം ഇതേപോലെയുള്ള ചെടികളിൽ നിന്നുള്ള ഇതെല്ലാം മണ്ണിലേക്ക് എത്രത്തോളം കൊടുക്കാമോ അത്രത്തോളം കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷിയായിരിക്കും എപ്പോഴും വിജയിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആദ്യമേ ചെടികൾക്ക് വേണ്ട കാർബൺ, ആ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെടികൾ നമ്മൾ കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രക്രിയയിലൂടെ, അതായത് നമുക്ക് ഭൂമിയിൽ ഒരു പ്രകൃതിയിൽ ഒരേ ഒരു ഊർജ്ജമേ ഉള്ളൂ. അതായത് അതെന്താണത്? അത് സൗരോർജ്ജമാണ്. ഈ സൗരോർജ്ജത്തെ ഡയറക്റ്റ് പിടിച്ചെടുക്കാൻ പറ്റിയത് ആകെ പ്രകൃതിയിലുള്ളത് ആരാ? സസ്യജാലങ്ങളാണ്. സസ്യജാലങ്ങൾ അവയുടെ ഇലകളിൽ കൂടി ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് വലിച്ചെടുക്കുന്നു. സൂര്യൻ്റെ ഊർജത്തെ വലിച്ചെടുത്ത് അതിൻ്റെ കാലശേഷം അത് മണ്ണിലേക്ക് കൊടുക്കുന്നു. മനസ്സിലായോ? അപ്പം അതാണ് നമുക്ക് ഫോട്ടോസിന്തസിസ് വഴി നടക്കുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തെ ഹരിതകത്തിൻ്റെ സഹായത്തിലൂടെ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പാകം ചെയ്യുന്ന പ്രക്രിയയാണ്. മനസ്സിലായില്ല? അപ്പം നമുക്കറിയാം ഒരേ ഒരു ഊർജ്ജമേ ഉള്ളൂ മണ്ണിൽ, അത് നമ്മൾക്ക് പ്രകൃതിയിൽ, അത് സൗരോർജ്ജമാണ്. ഈ സൗരോർജ്ജത്തെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. ഒരു ഊർജ്ജത്തിലെ നമ്മൾ ഊർജ്ജ സംരക്ഷണ നിയമം കേട്ടിട്ടില്ലേ? ഊർജ്ജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധിക്കില്ല, പക്ഷേ ഒരു സ്റ്റേജിൽ നിന്ന് മറ്റേ സ്റ്റേജിലേക്ക് മാറ്റാൻ സാധിക്കും. നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്ന കരികില ഒരിക്കലും നമ്മൾ കത്തിച്ചു കളയരുത്. കാരണം കത്തിച്ചാൽ അതിനകത്തുള്ള ഊർജ്ജം മുഴുവൻ നഷ്ടപ്പെടും. ഊർജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിച്ചെടുക്കുന്ന അതാണ് ശരിക്കും പറഞ്ഞാൽ മണ്ണിൻ്റെ ജീവൻ. ഈ ഊർജ്ജമാണ് മണ്ണിൻ്റെ ജീവൻ. ഇത് നഷ്ടപ്പെടും. നമ്മൾ ഒരു കരികില കത്തിക്കുമ്പോൾ നമുക്കറിയാം അത് 2 ഊർജ്ജങ്ങൾ പുറപ്പെടും. ഒന്ന് ഊർജ്ജങ്ങൾ രണ്ടും ഇതിനകത്ത് വെച്ചിരുന്ന ഊർജ്ജമാണ്. പക്ഷേ അത് നമ്മൾ മണ്ണിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ ആ ഊർജ്ജം മുഴുവനും നിലനിൽക്കും. നമുക്കറിയാം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ നമ്മൾ കുറേ ചാരം ഇട്ടു, മറ്റേ ഒരു പാത്രത്തിൽ കുറേ കരികില ഇട്ടു, എന്നിട്ട് രണ്ടിലും ഓരോ വിത്തിട്ടെന്ന് ഓർത്തോ. ഒരു കാരണവശാലും ചാരത്തിൽ വിത്ത് കിളുക്കത്തില്ല. കാരണം അവിടെ നമുക്ക് അതിൻ്റെ ഊർജം നഷ്ടപ്പെട്ടു, അതിനകത്തുള്ള നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കറക്റ്റ്. അതിനകത്ത് ജീവനില്ലാത്ത ഒരു സാധനമായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഒരിക്കലും നമ്മൾ കരികിലകൾ, അതായത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഊർജത്തെയും, അതായത് സൗരോർജ്ജത്തെ പിടിച്ചെടുക്കാൻ പറ്റിയ ഒരേ ഒരു ഇത് സസ്യജാലങ്ങളുടെ ഇലകളും തണ്ടിലും ഒക്കെയാണ് അത് ഊർജം വലിച്ചെടുക്കുന്നത്. അതിനെ മണ്ണിലേക്ക് കൊടുക്കുമ്പോഴാണ് മണ്ണിലേക്ക് ജീവൻ. അതിനെ നമ്മൾ പലപ്പോഴും പലരും അത് എടുത്തുകൊണ്ട് പോയി കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അന്ന് കത്തിച്ച് കിട്ടുന്ന അതിനകത്ത് നമുക്ക്
നമുക്ക് കിട്ടത്തില്ല. അതാണ് നമുക്ക് രണ്ട് ഊർജം, അതായത് താപോർജം, അതായത് അതിന് ചൂടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിനൊരു താപോർജവും പിന്നെ അത് കത്തിക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഒരു പ്രകാശം കിട്ടും. അതുകൊണ്ടാണ് പ്രകാശോർജം. അപ്പം അതിനകത്ത് ഒരു ഊർജമുണ്ട് എന്നുള്ളതിന് തെളിവാണത്. ആ ഊർജത്തെ പക്ഷേ നമ്മൾ ചെടികളിലേക്ക് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്ന ആ രണ്ട് ഊർജവും മണ്ണിൽ ചേരുകയാണ്. അല്ലെങ്കിൽ അത് രണ്ടും വേസ്റ്റായി പോയിട്ട് അവസാനം അതിനകത്ത് കുറച്ച് കാർബണും കുറച്ച് കാൽസ്യവും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ അതിനകത്തെ സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ അതിനകത്തുള്ള എനർജി എല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന മാക്സിമം സൗരോർജത്തെ പിടിച്ചെടുക്കാനായിട്ട് അത് കളയോ വിളയോ കൊണ്ട് എന്തെങ്കിലും കൊണ്ടാണെങ്കിലും അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ കള മുഴുവൻ വെട്ടി നിരപ്പാക്കരുത്. അവിടെ കുറേ കള വേണം. ആ കളകളും നമ്മൾ ഭൂമിയിലെ ബാലൻസിങ് ഏജൻസ് ആണ്. അത് വലിച്ചെടുത്ത് ചെടികളിലെ സൗരോർജത്തെ വലിച്ചെടുത്ത് അത് അതിൻ്റെ ഇലകളിലും തണ്ടിലും സൂക്ഷിച്ച് അതിൻ്റെ കാലശേഷം മണ്ണിലേക്ക് ഊർജം കൊടുത്ത് ആ മണ്ണിൽ ഒരു ഊർജം ഉണ്ടാക്കുന്നു. അതാണ് അതിലെ മെത്തേഡ്. അപ്പം ഞാൻ രണ്ടാമത് പറഞ്ഞത് മണ്ണിലെ കാർബൺ. അടുത്തത് മണ്ണിൽ വേണ്ടത് ജൈവകൃഷിയിൽ അടുത്തത് കൊഴുപ്പാണ്. കൊഴുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വാക്സ്, കൊഴുപ്പ്. അപ്പം ഈ കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ എപ്പോഴും എന്താ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ ചത്ത് അത് മണ്ണിൽ ചേരുമ്പോഴാണ് മണ്ണിൽ കൊഴുപ്പുണ്ടാകുന്നത്. അതാണ്. അപ്പം ജീവജാലങ്ങൾ അതിനോടാണ് നമ്മളെപ്പോഴും മണ്ണിൽ മീനിൻ്റെ വേസ്റ്റ് ഇടണം. അതുപോലെ തന്നെ ഇപ്പം ഇറച്ചിയുടെ വേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ മണ്ണിരകൾ തന്നെ കുറേ ഉണ്ടെങ്കിൽ അത് കുറേ ചത്തിട്ട് അവിടെ കുറേ അതിൻ്റെ ഒരു എക്കോസിസ്റ്റം നിലനിൽക്കും. അവിടെ ഒരു വാക്സ് കിട്ടുന്നുണ്ട്, കൊഴുപ്പ്. അപ്പോൾ ഈ കൊഴുപ്പ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം ഒരു താമരയുടെ ഇലയിലോ അതല്ലെങ്കിൽ ഒരു ചേമ്പിൻ്റെ ഇലയിലോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്താ കാണാം, ഒരിക്കലും ആ വെള്ളം ആ ഇലയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കത്തില്ല, അത് തെന്നി അങ്ങോട്ട് പോവും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകടമായ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അത് ആ ഇലയുടെ മുകളിൽ ഒരു വാക്സ് കോട്ടിങ് ഉള്ളത് കൊണ്ടാണ്. ഈ വാക്സ് കോട്ടിങ് കൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ചെടികളുടെയും മുകളിൽ ഈ വാക്സ് കോട്ടിങ് ഉണ്ട്. നമുക്കറിയാം നല്ല പ്രകാശമുള്ളപ്പോൾ ഈ നമ്മുടെ പ്ലാവിൻ്റെയൊക്കെ ഇലകൾ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ തിളങ്ങുന്നതാണ്. അത് ആ വാക്സ് കോട്ടിങ് ഉള്ളത് കൊണ്ടാണ്. ആ വാക്സ് കോട്ടിങ് കിട്ടാനായിട്ട് നമ്മൾ ജീവജാലങ്ങൾ, ഇപ്പോൾ ജീവജാലങ്ങൾ അഴുകി മണ്ണിൽ ചേർന്നാൽ മാത്രമേ ഈ വാക്സ് കോട്ടിങ് കിട്ടത്തുള്ളൂ. നമുക്കറിയാം ഇതില്ലെങ്കിൽ ഇപ്പം ഒരു ചെടി അതിനകത്ത് കൊഴുപ്പില്ലാത്ത മണ്ണിലാണ് ഒരു കൊഴുപ്പും ഇല്ലാത്ത ഒരു മണ്ണിലാണ് നടുന്നതെന്ന് ഓർത്തു. അപ്പം ആ ഇലകളിൽ വാക്സ് കോട്ടിങ് കാണത്തില്ല. അപ്പോൾ ആദ്യത്തെ മഴ പെയ്യുമ്പോൾ തന്നെ ആ ഇലകളിലേക്ക് വെള്ളം കയറും. അത് കോട്ടിങ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ താമരയുടെയും അതിൻ്റെയൊക്കെ ചേമ്പിൻ്റെയൊക്കെ ഇലയിൽ കോട്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ തട്ടി അത് അതിനകത്തേക്ക് വീഴുമ്പോൾ തന്നെ അത് തെന്നിപ്പോവും. പക്ഷേ ഈ വാക്സ് കോട്ടിങ് ഇല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് അങ്ങ് കയറും. ഉള്ളിൽ കയറിയിട്ട് ഈ പോഷണങ്ങളെല്ലാം വെള്ളത്തോട് ചേർന്ന് ഒഴുകിപ്പോവും. അതിന് പറയുന്ന പേരാണ് ലീഫ് ലീച്ചിങ് എന്ന് പറയും. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് ലീഫ് ലീച്ചിങ്. അതായത് ഈ വെള്ളത്തിലേക്ക് വന്ന് അത് ഒലിച്ചു പോയി. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഇലകൾ മഞ്ഞ നിറത്തിലാവുകയും ചെടി തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മണ്ണിൽ ജീവജാലങ്ങളുടെ അഴുകിയ മീനിൻ്റെ വേസ്റ്റ്, ചെമ്മീൻ്റെ വേസ്റ്റ്, അതുപോലെ തന്നെ ഈ കോഴിയുടെ വേസ്റ്റ്, അതുപോലെ എന്തിൻ്റെയൊക്കെ ജീവജാലങ്ങളുടെ വേസ്റ്റ് മണ്ണിൽ ഇട്ട് കൊടുക്കണം എന്ന് എപ്പോഴും പറയാനുള്ള പ്രധാന കാരണം ഈ വാക്സ് കോട്ടിങ് ചെടികളിലേക്ക് കിട്ടാൻ വേണ്ടിയാണ്. അടുത്തത് ഞാൻ പറഞ്ഞത് ചെടികൾക്ക് വേണ്ട യൂറിയ. അപ്പോൾ യൂറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങളുടെ എല്ലാം മൂത്രത്തിലാണ് ഏറ്റവും കൂടുതൽ യൂറിയ ഉള്ളത്, അല്ലേ? അപ്പോൾ എരുമയുടെയോ പശുവിൻ്റെയോ ആടിൻ്റെയോ എല്ലാം മനുഷ്യരുടെയോ എല്ലാം മൂത്രത്തിൽ ഉള്ള ഒന്നാണ് യൂറിയ. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ട ഒന്നാണ് യൂറിയ. അപ്പോൾ ഈ യൂറിയ ഈ മൃഗങ്ങളുടെ മൂത്രത്തിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പക്ഷികളുണ്ടല്ലോ, എല്ലാ പക്ഷികളിലും മൂത്രമില്ല, അവർ മൂത്രമൊഴിക്കാറില്ല, കാഷ്ടിക്കാറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതുങ്ങളുടെ കാഷ്ടത്തിലെ ഒരു പോർഷൻ വൈറ്റ് കളർ ഉണ്ടാവും. അത് കോൺസെൻട്രേറ്റഡ് യൂറിയയാണ്. അപ്പോൾ ഈ യൂറിയയും മണ്ണിൽ ആവശ്യത്തിനുണ്ടെങ്കിൽ മാത്രമേ ജൈവ കൃഷിയിൽ ഈ ഒരു പോർഷനും കൂടി കറക്റ്റ് ആക്കാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞത്, നമ്മൾ ഈ ഇടുന്ന ഒരു സാധനം ഒരു ചെടി നേരെ എടുക്കുകയല്ല ചെയ്യുന്നത്.
അതായത് അവിടെ എല്ലാം ധാരാളം സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മജീവികൾ വെള്ളത്തോട് ചേർത്ത് ചെടികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ ഇപ്പം ഈ വാക്സും എല്ലാം ആക്കിയാണ് ചെടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ഇടുന്ന ഒരു സാധനം പോലും അത് വെറുതെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഈ കുമ്മായമൊക്കെ ഇടരുത്. കുമ്മായം ഇടുമ്പോഴത്തേക്കും അവിടുത്തെ ഈ സൂക്ഷ്മജീവികൾ, നമുക്ക് ഉപകാരപ്രദമായുള്ള സൂക്ഷ്മജീവികൾ അവിടെ ചത്തുവെന്ന് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. ഇനി അടുത്തത് വേണ്ടത് ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ചെടിയിലും കായ്ഫലം ഉണ്ടാകുവാൻ വേണ്ടി, കായ്ക്കാനും പൂക്കാനും ഏറ്റവും പ്രധാനം വേണ്ട ഒന്നാണ് പ്രോട്ടീൻ. ഈ പ്രോട്ടീൻ സാധാരണ നമുക്ക് ചെടികൾക്ക് കിട്ടുന്ന ഈ പിണ്ണാക്കുകളിലൂടെ, കടല പിണ്ണാക്ക്, അതുപോലെ തന്നെ എള്ളും പിണ്ണാക്ക്, അങ്ങനത്തെ പല പിണ്ണാക്കുകൾ മണ്ണിലേക്ക് ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം സോയാബീൻ, അതുപോലത്തെ പല പയറിൻ്റെ ഇതിൽ നിന്നും എല്ലാം നമുക്ക് പ്രോട്ടീൻ കിട്ടും. ഈ പ്രോട്ടീൻ ചെടികളിലേക്ക് കൊടുക്കുമ്പോഴാണ് ചെടികളിൽ പൂക്കാനുള്ള ഒരു ടെൻഡൻസി. ശരിക്കും അമിനോ ആസിഡ്സ് ആണത്. നമ്മുടെ SPCക്ക് തന്നെ ഉണ്ട് അമിനോ, അതായത് സോയാബീൻ്റെ അമിനോ ഉണ്ട്. ആ അമിനോ നമ്മൾ പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ചെടികളിലേക്ക് കൊടുക്കുമ്പോൾ ചെടികളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പൂക്കാനും കായ്ക്കാനുമുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പം ഇത്രയും സാധനങ്ങളാണ് ചെടികളിൽ നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് ആദ്യമേ മണ്ണിൻ്റെ pH നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് pH ബൂസ്റ്റർ കൊടുത്ത് ബാലൻസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മണ്ണിലെ കാൽസ്യം pH ബൂസ്റ്റർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കാൽസ്യം കാർബണേറ്റ് ആണ്, ആ ചെടികൾക്ക് വേണ്ട കാൽസ്യം കിട്ടുന്നു. അടുത്തത് മണ്ണിലെ കാർബൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചെടികളിലെ എല്ലാം തണ്ടും തടിയും ഇലയും അതിൻ്റെ എല്ലാം മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് വരുന്നതാണ് ഓർഗാനിക് കാർബൺ. അത് എത്രത്തോളം മണ്ണിലിട്ട് കൊടുക്കുന്നു അത്രത്തോളം ചെടികളിൽ വളക്കൂറ് വരുന്നു, ജൈവാംശം വരുന്നു, കറുപ്പ് വരുന്നു. അതെല്ലാം മാക്സിമം നമ്മുടെ മണ്ണിൽ 1% താഴെയുള്ളൂ, 3% എങ്കിലും വേണം. 8% നിലനിർത്തിയാൽ അവിടെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, നനയ്ക്കേണ്ട കാര്യമില്ല. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓർഗാനിക് കാർബൺ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വെള്ളത്തെ പിടിച്ചു വെക്കാനുള്ള കഴിവുണ്ടാകും. രണ്ടാമത്തെ കാര്യം, മണ്ണിന് ഇളക്കം, സ്പോഞ്ച് പോലെ ആകും, അതായത് കട്ടിയായിട്ടിരിക്കില്ല. മൂന്നാമത്തെ കാര്യം, നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകും ചെടികൾക്ക്. അങ്ങനെ പല പല ഇതുകളും നമുക്ക് ഈ നമ്മളുടെ ചെടികളിലേക്ക് ഇതുപോലെ ഓർഗാനിക് കാർബൺ കൊടുക്കുന്നുണ്ട്. ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഞാൻ ഈ പറഞ്ഞ ഈ ചെടികളുടെ എല്ലാ വേസ്റ്റും ചെടികൾ തന്നെയും മണ്ണിലേക്ക് അലിഞ്ഞു വരുന്നതാണ്. അത് എത്രത്തോളം കൊടുക്കാവുന്നോ അത്രത്തോളം കൊടുക്കണം. പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് കൊഴുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ജീവജാലങ്ങൾ മണ്ണിൽ അഴുകി ചേർന്ന് വരുന്നതാണ് ജൈവ രീതിയിലുള്ള കൊഴുപ്പ്. പിന്നെ യൂറിയ ഞാൻ പറഞ്ഞു, മൃഗങ്ങളുടെ എല്ലാത്തിൻ്റെയും മൂത്രം, അതല്ലേ നമ്മുടെ പക്ഷികളുടെ കാഷ്ടത്തിലുള്ള വെള്ള പോർഷൻ, അത് കോൺസെൻട്രേറ്റ് യൂറിയ എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി. പിന്നെ ചെടികൾക്ക് വേണ്ട പ്രോട്ടീൻ ഞാൻ പറഞ്ഞ പിണ്ണാക്കുകളിൽ നിന്ന് കിട്ടുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ അമിനോ ഉണ്ട്, അത് പിന്നെ ഫിഷ് അമിനോ ആസിഡുകൾ ഉണ്ടാക്കി അതിനാൽ നിന്നും ഒക്കെ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നു. അപ്പം ഇത്രയാണ് ഒരു ജൈവ കൃഷിയിൽ വേണ്ട പ്രധാന സാധനങ്ങൾ. അതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ജൈവ കൃഷി ചെയ്യേണ്ടത്. അപ്പം ഇത്രയും സാധനങ്ങൾ ഞാൻ പറഞ്ഞെങ്കിൽ ഇതിനകത്ത് നമ്മളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, അതിൻ്റെ പേര് ബയോ പവർ എന്നാണ്. അപ്പോൾ ബയോ പവറിൽ ഇതിൽ ഏതൊക്കെ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞത് pH ബാലൻസ് ചെയ്യാനുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അത് pHനകത്തുള്ള ചെടികൾക്ക് വേണ്ട മണ്ണിൻ്റെ pHും മണ്ണിലെ കാൽസ്യം. രണ്ടാമത് ഞാൻ പറഞ്ഞത് മണ്ണിലെ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ബയോ പവറിനകത്ത് ധാരാളം ഇഷ്ടം പോലെ കാർബൺ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കറുത്ത് മണ്ണ് കറുത്ത് വരണം. നമ്മളുടെ മണ്ണെല്ലാം ഓരോ കൃഷിക്ക് ശേഷം ചുമന്ന വരുന്നു. അപ്പോൾ നമ്മുടെ ബയോ പവറിൻ്റെ കണ്ടാൽ തന്നെ അതിനകത്ത് ധാരാളം കാർബൺ ഉണ്ട്. അത് കണ്ടാലേ അറിയാം ഭയങ്കര കറുപ്പ് നിറാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെടികളിലെ കൊഴുപ്പ്, അതിനു വേണ്ടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ പീലിംഗ് സെന്ററുകളിൽ നിന്നുള്ള മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്ന ചെമ്മീൻ്റെ വേസ്റ്റും അതുപോലെ മീനിൻ്റെ വേസ്റ്റും എല്ലാം നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത് നമ്മുടെ ബയോ പവറിനകത്ത് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം കൊഴുപ്പ് മണ്ണിലുണ്ട്. കാർബൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, കൊഴുപ്പ്. പിന്നെ ചെടികൾക്ക് വേണ്ട യൂറിയ. അപ്പോൾ യൂറിയ നമ്മുടെ പല ജീവികളുടെയും കാഷ്ടം നമ്മളുടെ ഈ മണ്ണിൽ നമ്മുടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ചെടികളിലേക്ക് വേണ്ട
പ്രോട്ടീന് വേണ്ടി പിണ്ണാക്ക് വർഗ്ഗങ്ങൾ, അതായത് 3 തരം പുങ്ങാമിയ, മരോട്ടി, നീം, ഇതുപോലെ 3 തരം പിണ്ണാക്കും നമ്മളുടെ ഈ പ്രോഡക്റ്റിനകത്ത് ചേർത്ത്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഒരു സമ്പൂർണ്ണ വളമാണ്. ഇതെല്ലാം ചേർത്ത ഒരു സമ്പൂർണ്ണ വളമാണ് നമ്മുടെ ബയോ പവർ. അതിനകത്ത് 3 പിണ്ണാക്കുകളും എല്ലാം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 17 മൂലകങ്ങളും ഈ ബയോ പവറിനകത്ത് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. അപ്പോൾ ഈ ഒരൊറ്റ വളം കൊടുത്താൽ മതി, എല്ലാം നമുക്ക് കിട്ടും. ആദ്യമേ pH ബാലൻസ് ചെയ്ത് കാൽസ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൃഷിയിൽ വളരെ ഇത്രയും ബാലൻസ് ചെയ്ത് ജൈവ കൃഷി പിന്നെ വേറെ ഒരു കാര്യവും ചെയ്യേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചെടി, ഫോർ എക്സാമ്പിൾ റബ്ബർ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെങ്ങ് അതൊക്കെ നടുമ്പം ഈ അടിവളമായിട്ട് ഈ എല്ലുപൊടി സാധനങ്ങളൊക്കെ കൊടുക്കുന്നതിന് പകരം ബയോപവർ കൊടുത്താൽ പോരെ? തീർച്ചയായും. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അതായത് എല്ലുപൊടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് എല്ലുപൊടി ഇടുന്നത്. അതായത് ഫോസ്ഫറസ് ആണ് അതിനകത്ത് കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. അപ്പം അതിന് പകരമാണ് നമ്മൾ ഈ മീനിന്റെ വേസ്റ്റും ചെമ്മീൻ്റെ വേസ്റ്റും കമ്പോസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ബയോ പവർ. അതിന് ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. ഇതിനകത്ത് എല്ലാം ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമിത്രയും ബയോപവറും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഭൂമിത്രയും ബയോപവറും തമ്മിൽ ഏകദേശം ഒന്ന് തന്നെ എങ്കിൽ പോലും ബയോപവറിനകത്ത് കുറച്ചുകൂടി പിണ്ണാക്കുകളും ഒക്കെ കുറച്ചുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഭൂമിത്രയ്ക്കകത്ത് നമുക്ക് കാർബൺ കണ്ടന്റ് കൂടുതലുണ്ടല്ലോ. ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ പൈനാപ്പിൾ കൃഷിക്ക് ശരിക്കും ഭൂമിത്ര കൊടുത്താലും പോരെ? കാർബൺ കണ്ടന്റ് അല്ലേ കൂടുതൽ വേണ്ട പൈനാപ്പിളിന്? അല്ല, നമ്മൾ ഏത് ഭൂമിത്ര കൊടുത്താലും മതി. നമുക്ക് ഏത് സാധനത്തിനകത്താണേലും നമ്മൾ പ്രോട്ടീനും കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ജൈവ കൃഷിയിൽ ഇത്രയും നമ്മൾ ജൈവ കൃഷി ചെയ്യുമ്പോൾ എല്ലാം വേണം. ഒരു സാധനം മാത്രം, ഇതെല്ലാം ജൈവ രീതിയിൽ. കാർബൺ മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്തിരിക്കണ ഒരു മാത്രം പോരാ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരു പ്രോട്ടീൻ വേണം അതിൻ്റെ അകത്ത് കാ ഉണ്ടാകണമെങ്കിൽ. മനസ്സിലായോ? ഇതിൻ്റെ അകത്തെ ഫ്രൂട്ട് ഉണ്ടാകാനായിട്ട് പ്രോട്ടീൻ വേണം, എന്നാലേ കായ്ഫലം ഉണ്ടാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ യൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ച നല്ല രീതിയിൽ വരാനായിട്ട് യൂറിയ വേണം. പിന്നെ കൊഴുപ്പുണ്ടല്ലേ ഞാൻ പറഞ്ഞ പോലെ ലീഫ് ലീച്ചിങ് പോലെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ മണ്ണിലെ കാർബൺ മാത്രം കൊണ്ട് കാര്യമില്ല. കാർബൺ അതിനകത്തെ ഒരു ഘടകം മാത്രമാണ്. ഞാനേ നേരത്തെ നമ്മുടെ SPC തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു അഡ്വൈസ് പ്രകാരം അന്ന് ഈ പൈനാപ്പിൾ കൃഷിക്ക് നമുക്ക് pH-ന്റെ പ്രശ്നമില്ല. കാരണം pH ബൂസ്റ്റ് കൊടുക്കണ്ട, ഭൂമിത്രയും ബയോഗ്രീനും കൂടെ കൊടുത്താൽ മതി എന്നായിരുന്നു പറഞ്ഞതേ. സാറേ, അതായത് ചെടികളെ അല്ല മണ്ണിനെ ആശ്രയിച്ചുള്ള കൃഷിയാണ് ജൈവ കൃഷി. അതുകൊണ്ട് തന്നെ മണ്ണിലാണ് നമ്മൾ ചെയ്യുന്നത്. മണ്ണിൽ എന്തായാലും pH വേണം. മണ്ണിൽ pH ഉണ്ടായാൽ മാത്രമേ അവിടെ സൂക്ഷ്മ ജീവികൾ വളരത്തുള്ളൂ. അതാണ് സാർ, അത് മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരു ചെടിയല്ല, നമ്മൾ അവിടെ വളരുന്ന സൂക്ഷ്മജീവികളെയാണ് ശ്രമിക്കേണ്ടത്. അവിടെ വളരാനുള്ള സൂക്ഷ്മജീവികൾ 7 വളരുന്ന സൂക്ഷ്മജീവികളാണ് ഇവിടെ എടുത്തു കൊടുക്കുന്നത്. പിന്നെ എങ്കിൽ പോലും ചില സൂക്ഷ്മജീവികൾ 6 വളരുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 6, 6.5 ആണെങ്കിലും തേയില അതുപോലെ ചില പ്ലാന്റ്സിനൊക്കെ നമ്മൾ മുളകിനൊക്കെ അത്രയും മതി എന്നാണ്. പക്ഷേ അതിൽ വളരുന്ന സൂക്ഷ്മജീവികളാണേലും മതി. പക്ഷേ തീരെ കുറഞ്ഞ അതിലുള്ള ഫംഗസ്, വൈറസ്, ബാക്ടീരിയ മാത്രമായിരിക്കും. സോയിൽ പ്രിപ്പറേഷൻ ടൈമിന് അത് എങ്ങനെയാണ് തോത് കൊടുക്കുക? സോയിൽ പ്രിപ്പറേഷൻ ടൈമിൽ നമ്മൾ ഒരു സെന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു സെന്റിലേക്ക് ഒരു 3 കിലോ എങ്കിലും നമ്മുടെ pH ബൂസ്റ്ററും അതോടൊപ്പം തന്നെ ഒരു 3.5 കിലോ എങ്കിലും ബയോ പവറും കൂടി സോയിലിനോട് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ബയോ പവറിനകത്ത് അത് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ ബയോ പവറിനകത്ത് മഗ്നീഷ്യം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ ബയോഗ്രീൻ കൊടുക്കേണ്ട കാര്യമില്ല. മഗ്നീഷ്യവും കാൽസ്യവും അടങ്ങിയ ബയോഗ്രീനും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇപ്പം ബയോ പവർ വരുന്നത്. നേരത്തെ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കണമായിരുന്നല്ലോ. ഹലോ എൽസി മാം, കശുമാവിന് നമുക്ക് കൊടുക്കേണ്ട അളവുകൾ ഒന്ന് പറയാമോ? കശുമാവ് 2, 3 വർഷമൊക്കെ ആയതിന്. മാസമോ? കശുമാവ് അല്ല, 2, 3 മാസം എന്നാണോ പറഞ്ഞത്? 2, 3 വർഷം.
കായ്ക്കാറായ അതായത് നമ്മൾ എപ്പോഴും കായ്ക്കാറായ എല്ലാത്തിനും നമ്മൾ ബയോ പവർ കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ നമ്മൾ വളർച്ചാ ഘട്ടത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഭൂമിത്ര കൊടുക്കാം. മനസ്സിലായോ? ഓക്കെ. നമ്മൾ ഈ കശുമാവിന് കൊടുക്കുമ്പോഴേ നമ്മൾ ഓരോന്നിന്റെയും ചുവട്ടിലിടുകയാണോ, നമുക്ക് ചാല് കീറിയിട്ടിടുന്നതാണോ നല്ലത്? ഏതാണ് അതിന്റെ ഉപയോഗം? അതായത് നമ്മൾ ഏത് പ്ലാന്റിന് ഇട്ട് കൊടുക്കുമ്പോഴും ആ പ്ലാന്റിന്റെ ഇലച്ചാർത്ത് നോക്കുക, മുകളിലേക്ക് നോക്കിയിട്ട് അവിടെ ആയിരിക്കും ആ ചെടികളുടെ ഏറ്റവും നല്ല വളത്തെ വലിച്ചെടുക്കുന്ന വേരുകൾ ഉള്ളത്. അപ്പൊ അവിടുന്ന് നമ്മൾ അകത്തോട്ട് അത് തൂളി ഇട്ട് കൊടുക്കുക. എപ്പോഴും അതാ, ചാല് കയറി ഒരിടത്ത് കിടന്നാൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കും. അപ്പൊ ഇത് വിതറി ആ ഇലച്ചാർത്തിന്റെ അത്രയും ദൂരത്തുള്ള മണ്ണിലും വീഴണം, ആ രീതിയിൽ കൊടുക്കുക. മാഡം, ഈ നമ്മള് ബയോപവറില് പൊട്ടാഷ്യം പൊട്ടാഷ്യം എന്ത് കണ്ടന്റ് ഇതിലുള്ളത്? ഇത് എല്ലാ സാധനങ്ങളും അതിനകത്തിനും എല്ലാത്തിലും പൊട്ടാഷ്യം ഉണ്ട്. നമുക്കിപ്പം ഈ രാസവളം പോലെ പൊട്ടാഷ്യന്റെ അംശം എന്താന്ന് അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, അതായത് ജൈവ കൃഷിയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സന്തുലിതാവസ്ഥയിൽ പോയാൽ ആ ചെടികൾക്ക് വേണ്ട 17 മൂലകങ്ങളും കിട്ടും. അതാണ് ജൈവ കൃഷി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ അല്ലാതെ ഒരു സാധനം എടുത്തിട്ട് അതിനകത്ത് അങ്ങനെ പൊട്ടാഷ്യം ആ രീതിയിലല്ല. ഇതിപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഈ ജൈവ കൃഷിയിൽ എലമെന്റ്സ് അല്ലല്ലോ പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കൊഴുപ്പ്, അതോടൊപ്പം തന്നെ കാർബൺ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ആയിട്ടല്ലല്ലോ കൊടുക്കുന്നത് അതിനകത്ത്. അപ്പൊ അതിനകത്ത് തന്നെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലതരം ഇലകൾ, നമ്മൾക്ക് പലതരം ഇലകളിൽ ധാരാളം പൊട്ടാസ്യം ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ചെടികളുടെ തന്നെ ഇലകൾ ഒരേ തരമല്ല, പലതരത്തിലുള്ള ഇലകൾ നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരുപാട് പൊട്ടാസ്യം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം ഉള്ളത് നമ്മുടെ തെങ്ങിന്റെ ഓല, തെങ്ങിന്റെ തടി, തെങ്ങിന്റെ എല്ലാ ഭാഗവും, കൊതുമ്പ്, എല്ലാത്തിലും ധാരാളം പൊട്ടാസ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ വാഴയുടെ വാണം, അതുപോലത്തെ എല്ലാത്തിലും ഒരുപാട് പൊട്ടാസ്യം ഉണ്ട്. പിന്നെ നമുക്കറിയാം ഈ ധൃതരാഷ്ട്രപക്ഷ എന്ന് പറഞ്ഞാൽ അറിയാമോ, എന്തോ ഒരു ഇങ്ങനെ പടർന്നു കയറുന്ന ഒരു ചെടിയാണ്, അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് അപ്പം നമുക്ക് ശരിക്കും പ്രകൃതിയിൽ തന്നെ പൊട്ടാസ്യം ധാരാളം ഉണ്ട്. നമ്മുടെ എക്കോ സിസ്റ്റത്തിൽ തന്നെ അത് ഉള്ളതാണ്. അല്ലാതെ നമ്മളത് ഇതായിട്ട് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മളപ്പം ഓർഗാനിക് കാർബൺ ഇടുമ്പോൾ അതിനകത്ത് തന്നെ എല്ലാ മൂലകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരു തെങ്ങിന് എത്ര കിലോ ബയോ പവർ കൊടുക്കേണ്ട വരും? അത് തെങ്ങിന്റെ ശരിക്കും പറഞ്ഞാൽ 2 തവണയായിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും തെങ്ങിനൊക്കെ നല്ലത്. പിന്നെ ഇനിയിപ്പോ ഈ ആളുകളുടെ ലേബർ ചാർജ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പലപ്പോഴും 1 തവണയായിട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 3.5-4 കിലോ ഇട്ട് കൊടുത്താൽ മതി. അതും തെങ്ങിന്റെ തടത്തിൽ നിന്ന് ദൂരെ ആക്കി, അതായത് ഞാൻ മുകളിലേക്ക് നോക്കിയിട്ട് അത് എത്രത്തോളം അകലെയാണോ അത് ആ ഭാഗത്തായിട്ട് നമ്മൾ അകത്തോട്ട് തന്നെ നല്ലോണം വിതറി ഇട്ട് കൊടുക്കുക. അങ്ങനെ കൂട്ടി ഒരു ഇടത്തേക്ക് കുമ്പാരം പോലെ ഇടാതെ. എന്തോ 2 തവണയായിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര വെച്ച് കൊടുക്കാം? 2 തവണയായിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൊടുക്കാം. ഈ 2 കിലോ വെച്ച് നമുക്ക് കൊടുക്കാം, 2 2.5 കൊടുക്കാം. അതായത് ആദ്യത്തെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ മെയ് ജൂൺ ആ മഴയ്ക്ക് മുമ്പ് മൺസൂൺ. രണ്ടാമത് നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ആ സമയത്ത്. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത്, കശുമാവിന് pH കശുമാവിന് എല്ലാത്തിനും കൊടുക്കണം മാഡം. അതായത് ഞാൻ പറഞ്ഞില്ലേ, ചെടികളിൽ അവിടെ നമ്മൾ ഈ ചെടീനെ അല്ലെന്നേ അവിടെ നമുക്കറിയാമല്ലേ, ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ആശ്രയിച്ചാണ് കൃഷി. അതിപ്പോ മണ്ണില് നമ്മൾ pH ബൂസ്റ്റർ കൊടുത്താലേ മണ്ണിൽ നമുക്ക് ഉപകാരപ്രദമുള്ള സൂക്ഷ്മജീവിയുടെ വരുള്ളൂ. അതാണ് ഏറ്റവും പറയുന്നത്. പിന്നെ മാത്രമല്ല, അതിന് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ പൊട്ടി, കശുവണ്ടി നമുക്കറിയാം അത് പ്രായമാകാതെ തന്നെ മൂക്കാതെ പൊട്ടിപ്പോകും. കാൽസ്യം നിർബന്ധമായിട്ട് വേണ്ടതെന്ന് തന്നെയാണ്. എന്തോ തെങ്ങിന് ഈ ബയോ ബൂസ്റ്ററിന്റെ കൂടെ ഈ പച്ചിലവളം കൂടി കൊടുക്കുകയാണെങ്കിൽ ഒരു കൊട്ട പച്ചിലവളം കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല തന്നെയല്ലേ? എല്ലാ പച്ചിലവളവും എല്ലാ ജൈവവും എത്രത്തോളം, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മണ്ണില്
ജൈവാംശം എത്രത്തോളം മണ്ണിൽ കൊടുക്കുന്നോ ഒരിക്കലും അത് കൂടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ 8% വരെ ആക്കായാലും അത്രയും നല്ലത്. നമ്മുടെ മണ്ണിലൊക്കെ 1% താഴെ ഉള്ളൂ. എന്തോരം കൊടുത്താലും അത് അത്രയും നല്ലതാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും pH ബൂസ്റ്റർ കൊടുത്ത് pH ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന അതിനെ വിഘടിപ്പിച്ച് അഴുകി ചേർക്കാനായിട്ടുള്ള ജീവാണുക്കൾ അവിടെ ഉണ്ടാവുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും pH നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. പച്ചിലവെള്ളം ഉണ്ടാക്കുമ്പോൾ ഈ തേക്കിന്റെ എല്ലാം ഇടാം. അതൊക്കെ വെറുതെ പറയുന്ന തേക്കിന്റെ ഇല. നമ്മൾ അതായത് വൈവിധ്യം എപ്പോഴും നമ്മൾ ദയാൽ സാർ പറയും. അതായത് എത്രത്തോളം, അതായത് ഒരു ചെടിയുടെ ഇലകളിലുള്ള ആ ഒരു മൂലകങ്ങളായിരിക്കത്തില്ല മറ്റൊരു ചെടികളുടെ ഇതിലുള്ള. അതുകൊണ്ട് എല്ലാ ചെടികളുടെയും ഇലകൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിക്കുമ്പോൾ നിർബന്ധമായിട്ട് തേക്കിൻ്റെ ഇലയൊക്കെ എടുത്തോണ്ട് വന്ന് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. വെൽക്കം. സംശയം ഇല്ലെങ്കിൽ നമുക്ക് എന്നാ പിന്നെ വൈൻഡപ്പ് ചെയ്യാം. ഉണ്ടോ?